എനിക്കെതിരെ പോക്സോ കേസ്, മുതുകാട് ജയിലിലേക്ക്, ലൈംഗികാരോപണങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് എന്തൊക്കെയാണ് സ്പ്രെഡ് ചെയ്തിരുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളല്ല പിന്നെ സ്പ്രെഡ് ചെയ്യപ്പെടുക. നമ്മൾ അതിനകത്ത് പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ അടർത്തിയെടുത്ത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തിനാണ് സമയം കളയുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ആരും അറിയുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നതാണ്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒന്ന് കാണാമല്ലോ. ഇറ്റ്സ് എൻ ഓപ്പൺ ഡോർ. അപ്പോൾ അതിനകത്ത് വന്നൊരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികൾ എടുക്കുന്നില്ല, അതിനുള്ള സെൻറ്റർ അല്ല അത്. ബ്ലൈൻഡ് സ്കൂളിനകത്ത് ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആൾ അഡ്മിഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്തുള്ളത്? ബ്ലൈൻഡ് സ്കൂളാണ്. ദിസ് ഈസ് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ. പക്ഷെ മുതുകാട് ദൈവമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ടാസ്ക് കൂടെ ഇവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമോ നമ്മൾ? അങ്ങനെയൊക്കെ ആണോ? ഞാൻ ആൾദൈവം ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പേ ആയിക്കൂടെ? ഇതിനകത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും, വിമർശനങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും. ലോകം മുഴുവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റാണ്. ചിലരൊക്കെ ഇപ്പോഴും അത് അതീന്ദ്രിയമാണെന്നുള്ള അർത്ഥത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഷോക്ക്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. മാജിക്ക് ഇപ്പോൾ ഈ സിനിമയെ പോലെ, നാടകത്തെ പോലെ ഒരു ആർട്ടാണ് എന്ന് സമ്മതിക്കാൻ മാന്ത്രികർ തയ്യാറാവണം എന്നാണ് 100% എൻ്റെ വിശ്വാസം. മുതുകാട് സാറാണ് നമുക്കപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം. സാധാരണ മാജിക്കുമായിട്ട് വന്നിരിക്കും, അതെ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വന്നിരിക്കും. ഇപ്പോൾ സാറ് സിനിമയായിട്ട് വന്നിരിക്കുകയാണ്, കുട്ടികൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അതെ അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടെ ഉള്ളതാണ് പടമല്ലേ. പടത്തിന്റെ വിശേഷങ്ങൾ. മോണിക്ക ഒരു AI സ്റ്റോറി എന്നാണ്. അങ്ങനെ പേരിൽ തന്നെ നമ്മൾ AI കൊണ്ടുവന്നപ്പോൾ ചിത്രം അതുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്യുക? ഇത് ആക്ച്വലി എൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ഗോപിനാഥ മുതുകാടായിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാതെ ഞാൻ അഭിനയിക്കൊന്നും അല്ല, റിയലാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്താണ് ഇതിൻ്റെ ഡയറക്ടർ EM അഷ്റഫ് എന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്ക് എടുത്താണ്. മൻസൂർ പള്ളൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറും എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവർ രണ്ടുപേരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനകത്ത് വന്നു. അപ്പോൾ കുറച്ചധികം സീനിലുണ്ടോ? എങ്ങനെയാണ് സംഭവം? ഒരു ആദ്യത്തെ ഹാഫിൽ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഞാനത് മുഴുവൻ കണ്ടിട്ടൊന്നുമില്ല. ആണോ? അല്ല സാർ എത്ര ദിവസം അഭിനയിച്ചിട്ടുണ്ട്? ഇല്ല, എനിക്ക് 2-3 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആണല്ലേ? സിനിമ ഏതാണ്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതോ ഒരു സ്പേസിൽ സാർ ഉണ്ട്, പക്ഷെ കഥയിൽ എത്രത്തോളം ഉണ്ട് എനിക്കറിയില്ല. കാരണം അത് ഈ കുട്ടി ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ കഥയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഭിന്നശേഷി മേഖല കടന്നു വരുന്നുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ഭിന്നശേഷി. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ അതിനകത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറിന് ഒരു കണക്ഷൻ ഉണ്ട്, ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററുമായിട്ടൊരു കണക്ഷൻ. എക്സാക്ട്ലി. ഇപ്പോൾ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ഈ അടുത്ത് വാർത്തയിലേക്ക് വന്നത് പോസിറ്റീവായിട്ടുള്ള വശമായിരുന്നില്ല, ഒരു നെഗറ്റീവ് സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കറണ്ട് പൊസിഷൻ എന്താണ് സാർ? ഇപ്പോൾ പ്രശ്നം തീർന്നു തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഒന്നും കാണാറില്ല. ഞാൻ പിന്നെ അത് ഇങ്ങനെ അധികരിച്ച് വന്ന സമയത്ത് പിന്നെ അതിനാണ് വിട്ടു. പിന്നെ അതിൻ്റെ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് നോക്കൽ നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ പറ്റിയുള്ള ഒന്നും അറിയില്ല. ഇപ്പോൾ വരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ഈ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാണുമ്പോഴേ നമുക്കൊരു മനുഷ്യനല്ല, ഇപ്പോൾ ഒരു വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ട് നോക്കണ്ടെന്ന് വിചാരിച്ചു. അത്രേ. യൂസഫ് അലിക്ക എന്നെ വിളിച്ചിരുന്നു. പിന്നെ ജാനുവരിയിൽ 2ാമത് ഒരു പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനിങ്ങനെ പറഞ്ഞൊരു വിഷയം നടക്കുന്നുണ്ട്, അതിങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ സോഷ്യൽ മീഡിയ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, നമ്മൾ നമ്മുടെ കർമ്മമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാനും പിന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കി. പക്ഷേ അത് ഗുണകരമായിരുന്നു. കാരണം അതിനകത്തേക്ക് കൂടുതലായിട്ട് നമ്മൾ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഇല്ല എന്നാണ് അറിയുന്നത്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയുന്നത്. അന്നിപ്പോൾ ഷിഹാബ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഈ വിഷയത്തിന് വേറൊരു ഡയമെൻഷൻ വന്നു. കാരണം അങ്ങനെ ഒരു അംഗവൈകല്യമുള്ള മനുഷ്യനും കൂടെ, അത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ വന്നിട്ട് പുറത്ത് വന്നിട്ട് പറയുമ്പോൾ ഈ അമ്മമാർക്കൊപ്പം ചേരുമ്പോൾ അതിനൊരു അപ്ലിഫ്റ്റിംഗ് സംഭവിച്ചു. ആ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടെ ചർച്ച ചെയ്തു. പക്ഷേ പല സ്ഥലത്തും ഇത് വഴിതെറ്റിപ്പോയി, ചർച്ചകൾ വഴിമാറിപ്പോയി. പിന്നെ ആരോപണങ്ങളായി, ഷിഹാബിനെ എയർപോർട്ടിൽ എന്തിനാണ് മുതുകാട് ഉപേക്ഷിച്ചത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളായി ബാക്കിയായി. ആ സമയത്ത് മീഡിയയ്ക്ക് മുമ്പിൽ സാറ് വന്ന് ആദ്യത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളല്ല പിന്നെ സ്പ്രെഡ് ചെയ്യപ്പെടുക. നമ്മൾ അതിനകത്ത് പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ അടർത്തിയെടുത്ത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് എന്തിനാണ് സമയം കളയുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. പിന്നെ നമുക്കിവിടെ നിയമവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോവാം, മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളത്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ ഈ പ്രശ്നം തുടങ്ങുന്ന അമ്മമാരായിരുന്നു പ്രശ്നം ഉന്നയിച്ചത്. ഈ കുട്ടികളെ ഒഴിവാക്കി നിർത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ സാർ ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ അമ്മമാർ അങ്ങനെ സംസാരിച്ചതിൻ്റെ കാരണമായി? അത് മാത്രമല്ല, ഇതിനകത്തൊരു പിന്നിലൊരു വലിയ ഒരു അജണ്ട വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നിനകത്ത് യൂസഫ് അലിക്ക അവിടെ ഒരു 1.5 കോടി രൂപ തരികയും അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും, കാലശേഷം പോലും എല്ലാ വർഷങ്ങളിലും ജാനുവരി മാസത്തിൽ 1 കോടി രൂപ തരുന്ന ഒരു കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം എല്ലാവരും ഞെട്ടലോടുകൂടി ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിലേക്ക് തരുന്നു. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടന്നു. പിന്നെ കാസർഗോഡ് നമ്മുടെ പലരുടെ സഹായത്തോടു കൂടിയിട്ട് ഒരു 20 ഏക്കർ ലാൻഡ് നമ്മൾ മേടിച്ചു. അതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ തലത്തിലുള്ളൊരു പദ്ധതി നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കൂടി വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനകത്ത് പ്രത്യേക കുറേ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഗൂഢമായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു പ്ലാൻഡ് അറ്റാക്കായിരുന്നു നടത്തിയത്. അങ്ങനെ പ്ലാൻഡ് ആണെന്ന് തന്നെയാണോ? പ്ലാൻഡ് ആണ്, മനസ്സിലാക്കാനില്ല, പ്ലാൻഡ് ആണ്. അതെ, അല്ല സാർ, അത് വ്യക്തമായി ബോധ്യമുള്ളത് ആണല്ലേ? അല്ല, ഇപ്പോൾ ഷിഹാബിനെ പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. 5 വർഷം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അവിടെ ആ മോൻ അവിടെ ഉണ്ടായിരുന്നത് 2017-18 അതിനുശേഷം ഇപ്പോഴല്ലേ വരുന്നത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഷിഹാബ് പിന്നെ അതിനെ പറ്റിയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കുട്ടികളെ ഇത് നമ്മൾ മുമ്പിൽ നിർത്തിയിട്ട് കാശ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കുട്ടികളെ ഒഴിവാക്കും, ചില കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ആ കുട്ടികളെ മുൻനിർത്തിയായിരുന്നു കാശ് പിരിവ് നടത്തിയിരുന്നത് എന്നുള്ളത്. അത് മറ്റൊരു തരത്തിൽ വായിച്ചാൽ നമ്മളിതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പോലെ നമ്മൾ ഈ കുട്ടികളെ കൂടി ഉപയോഗിച്ചാലേ നമുക്ക് ആൾക്കാരുടെ അറ്റൻഷൻ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണോ ശരിക്കും സാർ അതിനെ നോക്കിക്കണ്ടത്? തീർച്ചയായിട്ടും അവിടെ വന്നിട്ടുള്ള കുട്ടികൾക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അത് മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു മകനെ ജപ്പാനിൽ കൊണ്ടുപോയി സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. 3 പേര് പാനലിസ്റ്റുകളായിട്ട് ആ കുട്ടിയുടെ കഴിവ് നോക്കി. ആ കുട്ടിയുടെ 2017 വരുന്ന സമയത്തുണ്ടായിരുന്ന ബ്രെയിനിൻ്റെ അസസ്മെൻറ്റും അതിനുശേഷമുള്ള അസസ്മെൻറ്റും ആ കുട്ടിക്ക് വന്നിട്ടുള്ള മാറ്റവും വിലയിരുത്തിയിട്ടാണ് ആ ഒരു യൂണിവേഴ്സിറ്റി, സോഫിയ യൂണിവേഴ്സിറ്റിയെ പോലൊരു പ്രഗത്ഭമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആ കുട്ടിക്ക് സർട്ടിഫൈ ചെയ്യുന്നത്. ഈയിടെ ഞങ്ങൾ ഒമാനിൽ പോയിരുന്നു. നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ 10 പേര് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ക്രിസ്റ്റീന എന്ന് പറയുന്നൊരു മോള്, ആ മോൾ അവിടെ വരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി അത്ഭുതകരമായിട്ടിപ്പോൾ കീബോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അംഗീകാരം നമ്മുടെ കേരളത്തിലെ പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ, പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ നെഗറ്റിവിറ്റി വളരെ വളരെ പെട്ടെന്ന് സ്പ്രെഡായി പോകും. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡായി പോകും. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ആരും അറിയുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒന്ന് കാണാമല്ലോ. ഇറ്റ്സ് ആൻ ഓപ്പൺ ഡോർ. അവിടെ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് ദിവസവും വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, എപ്പോഴും വേണമെങ്കിൽ വരാം. അവിടെ വന്നിട്ട് അവിടുത്തെ പാരൻസ് ഉണ്ട്, അവിടെ 200 പാരൻസ് ഉണ്ട്, അവിടെ 200 കുട്ടികളുണ്ട്, അവിടെ ടീച്ചേഴ്സ് ഉണ്ട്. അവരോടൊക്കെ ചർച്ച ചെയ്യൂ, എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുള്ളൊരു വേറൊരു കാര്യം, ചില കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ സമയമെടുക്കും. ദിസ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇത് ലോകത്തെവിടെയും ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ആർട്ടിലൂടെ ഈ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുകയും ആ കുട്ടികൾക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിലൊരു സ്വയം പര്യാപ്തരാക്കുന്ന രീതിയിലേക്ക് ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 2017 ശൈലജ ടീച്ചർ ഇരിക്കുന്ന സമയത്ത് വന്ന മക്കൾ ഇപ്പോൾ അവിടെ എംപ്ലോയീസായി മാറിയിട്ടുണ്ട്. അവിടെ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ടൂൺസ് എന്ന് പറയുന്ന അനിമേഷൻ ടീം, അവരുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അവിടെ 20 കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഈ കുട്ടികളൊക്കെ ഇനി നാളെ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു മാറ്റമാണത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, അത് ഈ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ സ്പ്രെഡ്. അല്ല, പക്ഷേ സാറേ, ഒരു കാര്യമുള്ളത് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കുക. ഈ കുട്ടികളിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പാകത്തിൽ പഠിച്ചെടുത്ത കുട്ടികളെ നമ്മൾ ആദ്യം അവതരിപ്പിക്കും. കുറച്ച് കുട്ടികളെ നമുക്ക് അവതരിപ്പിക്കണമല്ലോ, പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ സെലക്ഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ ബാക്കിയുള്ള അമ്മമാർക്ക് അവരുടെ കുട്ടികളെ സെലക്ട് ചെയ്യാത്തതിലുള്ളൊരു ഈർഷ്യയാണോ ശരിക്കും? ഉണ്ടാവാം. കാരണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം, ഇത് ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററാണ്.
ഇതിനകത്തുള്ള കാര്യം ആർട്ടിലൂടെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെൻറ്റർ മാത്രമാണിത്. അപ്പോൾ അതിനകത്ത് വന്നൊരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികൾ എടുക്കുന്നില്ല, അതിനുള്ള സെൻറ്റർ അല്ല അത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബ്ലൈൻഡ് സ്കൂളിനകത്ത് ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആൾ അഡ്മിഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്തുള്ളത്? ബ്ലൈൻഡ് സ്കൂളാണ്. ദിസ് ഈസ് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ. ആർട്ടിനകത്ത് കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്ത് ആ കുട്ടികൾക്ക് സ്വയം പര്യാപ്തരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ളതാണ്. അതുകൊണ്ട് അതങ്ങനെ നടത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും ചെറിയ നമ്മളൊരു ടാലൻ്റ് ഉള്ള ഒരു കുട്ടി ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള തെറാപ്പി സംവിധാനങ്ങളുണ്ട്, സയൻറ്റിഫിക് ആയിട്ട് കൊടുക്കേണ്ട തെറാപ്പി സംവിധാനങ്ങളുണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇപ്പോൾ സ്പോർട്സിനകത്ത് എല്ലാ കുട്ടികൾക്കും സ്പോർട്സിനകത്ത് താല്പര്യം ഉണ്ടാവില്ല. നമുക്കവിടെ ഫുട്ബോളിനകത്ത് ട്രെയിൻ ചെയ്യുന്നുണ്ട്, അതൊരു ഫോറിനറാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ട്രെയിനിങ് കൊടുക്കുന്നത് അതിനകത്ത് താല്പര്യമുള്ളവർക്കാണ്. അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെയൊരു ഇതൊരു സ്കൂളല്ല. ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഒരു ഓട്ടിസം സ്കൂളല്ല, ഒരു സ്പെഷ്യൽ സ്കൂളല്ല. ഇത് ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററാണ്. ആർട്ടിലൂടെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യാനും സ്വയം പര്യാപ്തരാക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമം മാത്രമാണ് ഇത്. നമ്മൾ ഏതെങ്കിലും കുട്ടികളുടെ കയ്യിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ഫീസ് മേടിക്കുകയോ പൈസ മേടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികരിക്കുന്നവർ പലരും അതിനകത്ത് ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനൊക്കെ അത്യാവശ്യം ലോജിക്കലി നോക്കിയിട്ട് പ്രതികരിക്കുന്ന അഡ്വക്കേറ്റാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു പോസ്റ്റുമായിട്ട് ഹരീഷ് വാസുദേവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ ഇടപെടുമ്പോൾ മുതുകാട് എന്തോ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് നമുക്കൊക്കെ തോന്നുകയും നമ്മൾ അറ്റൻഷൻ നോക്കുകയും ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ആൾക്കാരുടെ ഒരു ഇടപെടൽ പിൽക്കാലഘട്ടത്തിൽ ഇപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണത് പ്രതികരിച്ചത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓക്കെ ആക്കിയോ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അങ്ങനെ ആരെയും വിളിക്കുകയോ അല്ലെങ്കിൽ അതിനകത്തൊരു പരിഭവം പറയുകയോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു പരിഭവം സൂക്ഷിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്ന്, നമ്മൾ ഈ അവിടെ വന്ന് കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവിടെ വന്ന് കാണണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും, വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ലോകം മുഴുവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റാണത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഞാനിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് എൻ്റെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ചെയ്യാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മാജിക് ഷോ നടത്തിയ സമയത്ത് പല രാജ്യങ്ങളിലും ഷോ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. ഞാൻ 56 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ പലതരത്തിൽ പോയ സമയത്തുണ്ടായിട്ടുള്ള ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പുകളും ഒക്കെ ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള സംവിധാനം ചെയ്തു തരും. അപ്പോൾ അവിടെ ഇത്തരം ഒരു സ്ഥാപനത്തിൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പോവും. ഇവിടെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയെ പോലെ ഇപ്പം നമ്മൾ അനിമൽ തെറാപ്പി എന്ന് പറയുന്നൊരു സംവിധാനം ഒന്നും നമ്മൾ ഇന്ത്യ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇക്വിൻ തെറാപ്പി, മൃഗങ്ങളെ കൊണ്ട് ഇത്തരം കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ. അപ്പോൾ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും മറ്റുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ട കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു മോഹമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, കാസർഗോഡ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ഓട്ടിസം സ്കൂൾ എന്നുള്ള രീതിക്കൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി വലിയ രീതിയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോഡലായിട്ടാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അന്ന് വന്ന ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി സാറിനോട് ചോദിക്കുക. ഈ ഷിഹാബിനെ എയർപോർട്ടിൽ ദുബായിൽ, കുവൈറ്റിൽ അവിടെ ഒരുമിച്ച് വരാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് ഈ പ്രശ്നം വന്നിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിയോടെ നീരസം കാണിച്ച് മുതുകാട് വേറെ ഫ്ലൈറ്റിലും ഷിഹാബിനെ വേറെ ഫ്ലൈറ്റിലും വരുത്തിയതെന്ന് പറയുന്ന ഒരു ആരോപണമായിരുന്നു ആദ്യം പത്രസമ്മേളനത്തിൽ ഷിഹാബ് ഉന്നയിച്ചത്. അതിനുശേഷം അതിൻ്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് വന്നു. എങ്കിലും സാറിൻ്റെ അടുത്തുനിന്ന് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന്. ഒന്നുമില്ല. ഇതിനകത്ത് പേരാമ്പ്ര ഒരു പ്രോഗ്രാമിന് ഞാൻ പോയ സമയത്താണ് ഞാൻ ഷിഹാബ്, അവിടെ എൻ്റെ ഒരു ഇബ്നു എന്ന് പറയുന്നൊരു ഫ്രണ്ടുണ്ട്. ഇബ്നു എന്നെ ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് വിളിച്ചു. പേരാമ്പ്രയാണെന്നാണ് എൻ്റെ വിശ്വാസം. കോഴിക്കോട് അടുത്താണ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ ഷിഹാബിനെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ച് കണ്ടു. ഷിഹാബിന് കുറച്ചും കൂടി മേഖല, അന്ന് ഷിഹാബ് അത്ര പോപ്പുലറൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഷിഹാബിൻ്റെ അവിടുന്ന് പരിചയപ്പെട്ടു. ഷിഹാബിന് കുറച്ചും കൂടി ഒന്ന് ആളുകൾക്കിടയിലേക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടൊരു പത്രസമ്മേളനം, അത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത്. അവനൊരു ജോലിയുടെ പ്രശ്നം ഇബ്നു എന്നോട് ഉന്നയിച്ചു, ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് അവൻ ജോലി ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളൊരു ആങ്കറിങ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ എംപവർ എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിനകത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു. 20,000 രൂപ സാലറി കൊടുക്കാം എന്ന് ഫിക്സ് ചെയ്തു. അത് എല്ലാം ത്രൂ അക്കൗണ്ടാണ് കൊടുക്കുന്നത്. അവൻ്റെ അനിയൻ വേണമെന്ന് പറഞ്ഞു. അനിയനെയും കൊണ്ടുവന്നു. അനിയനും ചെറിയൊരു തുക സാലറി ആയിട്ട് കൊടുത്തു.
പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നത്തിൻ്റെ പേരിൽ നമുക്ക് അനിയനുമായിട്ടൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അത് ഷിഹാബിന് ഇഷ്ടപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നു. അവിടെ നിന്നാണ് ചെറിയ പരിഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഞാനത് പരിഭവമായിട്ട് സൂക്ഷിച്ചില്ല. ഷിഹാബിന് വിദേശത്തേക്ക് പോകണമെന്നൊരാഗ്രഹം പറഞ്ഞു. KG എബ്രഹാം സാറുണ്ടല്ലോ, നമ്മുടെ ക്രൗൺ പ്ലാസ ഹോട്ടലിൻ്റെ. എബ്രഹാം സാർ എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. എബ്രഹാം സാറിനോട് പറഞ്ഞപ്പോൾ കുവൈറ്റിലൊരു പരിപാടി ഉണ്ടായിരുന്നു. ഷിഹാബിനെ അനിയനെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പ്രഹ്ലാദ് ആചാര്യ എന്ന് പറഞ്ഞിട്ടൊരാൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ അക്കാഡമിയുടെ ഡയറക്ടറാണ്, ഷാഡോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാവരും കൂടി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അവരെ ടിക്കറ്റ് അയച്ചു. ഈ ടിക്കറ്റ് ആദ്യം വരുന്ന സമയത്ത് തന്നെ ഷിഹാബിൻ്റെ അനിയൻ്റെയും ടിക്കറ്റ് കോഴിക്കോട്ടേക്കും, എൻ്റെ ടിക്കറ്റ് തിരുവനന്തപുരത്തേക്കും, പ്രസാദിൻ്റെ ടിക്കറ്റ് ബാംഗ്ലൂർക്കുമാണ്. അത് ആദ്യമേ ബുക്ക് ചെയ്തതാണ്, അവർ ബുക്ക് ചെയ്തതാണ്. കുവൈറ്റിൽ നിന്ന് ഒരുമിച്ച് ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് പോയി. അപ്പോൾ അവിടുന്ന് ആദ്യം ഇതെല്ലാം ഫിക്സ് ചെയ്യപ്പെട്ടതാണ്. അവിടെ അവൻ പ്രോഗ്രാമൊക്കെ ചെയ്തു. പിന്നെ അവൻ്റെ കല്യാണമായിരുന്നു തൊട്ട് 2 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ആ കല്യാണത്തിന് വിഷയം പറഞ്ഞ സമയത്ത് അബ്രഹാം സാറ് കുറച്ച് പൈസ കൊടുത്തു. എല്ലാവരും കുറച്ച് പൈസ ഇങ്ങനെ കൊടുത്തു. ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോൾ കുവൈറ്റി ദിനാറാണ് കൊടുക്കുന്നത്. അപ്പോൾ എബ്രഹാം സാറ് കുറച്ച് പൈസ കൊടുത്തു. അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ആദ്യം തന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നേരിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അബ്രഹാം സാർ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതായിരുന്നു, കൈ കഴുകിയിട്ട് എൻ്റെ കൂടെ വന്ന് അവൻ്റെ കയ്യിലേക്ക് ആ പൈസ കൊടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇത് പോകുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യണം കോഴിക്കോട്. കാരണം കോഴിക്കോട്ടേക്കാണ് അവൻ പോകുന്നത്. അതൊരു നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. കാരണം കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യാതെ പോകുമ്പോൾ വിദേശത്തു നിന്നുള്ള ഫണ്ടാവുന്ന സമയത്ത് ഇൻ കേസ് പുറത്തുനിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അവനും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. എന്തോ അവനത് ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല. കല്യാണത്തിന് ഞാൻ പോയിരുന്നു. ഞാനും എൻ്റെ വൈഫും കൂടി ഒരുമിച്ചാണ് പോയ. വൈഫ് ഞാനും ഉണ്ണിയേട്ടൻ മൂത്ത ജ്യേഷ്ഠനും കൂടി ഒരുമിച്ചാണ് പോയത്. കല്യാണത്തിന് അവിടെ പങ്കെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അവൻ വീണ്ടും അങ്ങോട്ട് വൈഫുമായിട്ട് വന്നു. വൈഫുമായിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്നു, അനിയനും ഉണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ടോയ്ലറ്റും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ, കാരണം ഈ വീൽ ചെയർ കിടന്നു പോകുന്ന രീതിയിലാണ്. പക്ഷെ പിന്നെ അവൻ്റെ സമയങ്ങളിൽ കൃത്യമത പാലിക്കാതെ വന്നു. എന്താ പറയുക, സമയത്ത് സ്റ്റേജിലേക്ക് വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം. അതൊരു സ്ഥാപനമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനേജർ അവിടുന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. അവൻ അവിടെ പോയി. ഇത്രയേ ഉള്ളൂ. ഇത് 5 വർഷം മുമ്പ് നടന്ന കാര്യത്തിലേ ഉള്ളൂ. എനിക്ക് അവനോട് ഇപ്പോഴും ഒരു പരിഭവമൊന്നുമില്ല. കാരണം അവൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മളെപ്പോലെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ, പക്ഷേ ഇത് 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇത് ആരോപണം ഉന്നയിക്കുകയും ഈ സ്ഥാപനത്തിന് തകർക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, വ്യക്തിപരമായിട്ട് എന്നോടുള്ളൊരു ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ ആളുകൾ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്നൊരു ലേബൽ ഇല്ലാതെയാക്കുന്നില്ല. പക്ഷേ നഷ്ടപ്പെടുന്നത് അവിടെ ഇപ്പോൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്, എത്രയോ പാരൻസ് ഉണ്ട്. അതവിടെ വന്നാൽ കാണാം. അതെല്ലാം ഇല്ലാത്ത കുറേ കള്ളങ്ങളാണ് ഇങ്ങനെ പ്രചരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, എനിക്കെതിരെ പോക്സോ കേസ് ഇതൊക്കെ വന്നത് പുറത്ത്, ലൈംഗികാരോപണങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് എന്തൊക്കെയാണ് സ്പ്രെഡ് ചെയ്തിരുന്നത്. നമ്മൾ സ്വപ്നത്തിൽ മുതുകാട് ജയിലിലേക്ക്, മുതുകാടിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇങ്ങനെ അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യല്ലേ. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു കേരളത്തിൽ ജീവിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു സ്ഥാപനത്തിന് തകർക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെ തകർക്കാൻ വളരെ ഈസിയാണ്. ഒരു കൂട്ടം കൂടിക്കഴിഞ്ഞാൽ, അല്ല പ്ലാൻഡായിട്ടൊരു സ്ഥാപനത്തിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയത്ത് അത് ഈസിയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ പേരിൽ, എനിക്കറിയാം, ഇതിൻ്റെ പേരിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച് പിൻവാങ്ങിയ 3 പേരെ എനിക്കറിയാം. അതൊക്കെ വലിയ വിഷമമാണ്. കാരണം അത് എത്രയോ കുട്ടികൾക്ക് ആശ്വാസമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും മൊത്തം ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്നൊന്നും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതെൻ്റെ ഒരു സബ്ജക്റ്റും അല്ല. കാരണം അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് ചേർത്ത് പിടിക്കാവുന്ന രീതിയിൽ കുറേ കുഞ്ഞുങ്ങളെ, കുറേ പാരൻസിനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംരക്ഷിച്ചു പോരുന്നു. അത്രയുള്ളൂ. അതിപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ ഹാപ്പിയാണ്. ആ പാരൻസും ഹാപ്പിയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ആലോചിച്ചത്, ഞാനല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാനത് പറയുന്നതല്ല, ചിലപ്പോൾ ഇത് തകർന്നു പോകുമായിരുന്നു. കാരണം അത്രമാത്രം വലിയൊരു അറ്റാക്ക് വന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത്. കാരണം ഞങ്ങളുടെ പേട്രൺ എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. ഞാൻ സാറിനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സാർ പറഞ്ഞു നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളെ കർമ്മമായിട്ട് മുന്നോട്ട് പോകാം. അദ്ദേഹം പറഞ്ഞു അത് ഒബേ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ മുതുകാട് ദൈവമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ടാസ്ക് കൂടെ ഇവർക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമോ നമ്മൾ? അങ്ങനെയൊക്കെ ആണോ? ഞാൻ അങ്ങനെ ഏതെങ്കിലും മാജിക് കാണിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആൾദൈവം ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പേ ആയിക്കൂടെ?
ഞാൻ മാജിക്കിൻ്റെ സ്റ്റേജിലൊക്കെ ഞാൻ എന്താ സാധാരണ പറയുന്നത്, ഞാൻ കാണിക്കുന്ന മുഴുവൻ ട്രിക്സാണ്, സയൻസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഷോസ് വരെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സയന്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെയൊക്കെ അതൊന്നും എനിക്ക് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഞാൻ ദൈവമാണെന്ന് പറയണമെന്ന് മറ്റുള്ളവരോട് പറയുമെന്ന് പറയുന്നത് ആര് വിശ്വസിക്കും? അല്ല, ദൈവമാണെന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല, മുതുകാടാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള അത്താണിയും മുതുകാടാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കണം. അതൊക്കെ നമുക്ക് ചിരിച്ചു കളയാനുള്ള കാര്യങ്ങളാണ്. അതെ, ഈ മാജിക്ക് വിട്ടിട്ട് ചെറുതിനകത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ മാജിക്ക് പോലെ ഇത്രയും പോപ്പുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന മുതുകാട് അത് മാറിയിട്ട്, അതായത് അത് പൂർണ്ണമായിട്ടും ഒരു തരത്തിൽ ഉപേക്ഷിക്കും പോലെയായിരുന്നു ഈ കുട്ടികളുടെ ഡിഫറെൻ്റ് ആർട്ടിസ്റ്റിൻ്റെ റേറ്റ് എടുക്കുന്ന സമയത്ത്. അപ്പം ഈ ഘട്ടം വന്നപ്പോഴത്തേക്ക് അതൊരു വിഷമമായിട്ടോ ഇല്ലെങ്കിൽ അത് വിടണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ചില ഘട്ടങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറയണമെങ്കിൽ ഞാൻ അങ്ങനെയാണ്. ചില സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ വീട് വിറ്റ ഘട്ടം ഉണ്ടായിട്ടുണ്ട് ഈ പ്ലാനറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഷോ നടത്തിയ കാലത്തൊക്കെ നന്നായിട്ട് ഫീസ് മേടിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആ കിട്ടിയ ഫണ്ട് മുഴുവൻ ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം അന്നൊക്കെ സാമ്പത്തികമായിട്ട് ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിലാണ് അത് ലീസിനെടുത്തിരിക്കുകയാണ്. ആ ലീസിനെടുത്ത സ്ഥലത്ത് ഇതൊക്കെ കെട്ടിപ്പൊക്കണം എന്നുണ്ടെങ്കിൽ വലിയ പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. കാരണം അമ്മയൊക്കെ എൻ്റെ അമ്മയ്ക്ക് 88 വയസ്സായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കേൾക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന വിഷമം, ഭാര്യയ്ക്കുണ്ടാവുന്ന വിഷമം, മോനുണ്ടാവുന്ന വിഷമം, ഞാൻ കാരണം അവർ വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അതുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളായിട്ടുള്ള മുന്നോട്ട് പോകുന്നു. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഒരുപാട് നമുക്ക്, കാരണം ഇതൊരു ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു വലിയ വിഷമമാണ്. കാരണം അത് ആ പാരൻസിന് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നമ്മളൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് പറയാമെന്നല്ലാതെ അവർ ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇവിടെ. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ പാരൻസ് തന്നെയാണല്ലോ സാറിനെതിരെ ആദ്യമായിട്ട് തിരിയുന്നത്. ഇല്ല, നമ്മൾ അവിടെ ഉള്ളവരല്ലല്ലോ പറഞ്ഞത്, അവിടെ നിന്ന് പുറത്തു പോയവരാണല്ലോ പറഞ്ഞത്. പുറത്തു പോകാനൊക്കെ അതിൻ്റേതായിട്ടുള്ള റീസൺസൊക്കെ അവർക്കുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ അവർക്കൊക്കെ എന്തൊക്കെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത അവിടെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറൊരു കാര്യം സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മെൻ്റലിസത്തിൻ്റെ ഒരു വരവ് മാജിക്ക് തന്നെയാണെന്ന് ആദ്യം പറഞ്ഞവരിൽ പ്രചരിപ്പിച്ചവരിൽ ഒരാളെന്ന് പറയുന്ന സാറാണ്. സാറ് തന്നെ പ്രസ് ക്ലബ്ബിലൊരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അതീന്ദ്രിയതയൊന്നുമില്ല, ഇത് മാജിക്കാണ്, ചില ട്രിക്സൊക്കെ കാണിച്ചിട്ടുണ്ട്, ബുക്കിൻ്റെ പേജ് നഷ്ടപ്പെടുന്നതും അത് റീഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണിച്ചിട്ട് മാജിക്കാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലരൊക്കെ ഇപ്പോഴും അത് അതീന്ദ്രിയമാണെന്നുള്ള അർത്ഥത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഷോക്ക്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ദോഷം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് 45 വർഷം മാജിക്കിലുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നത് മാജിക്ക് ഇപ്പോൾ ഈ സിനിമയെ പോലെ നാടകത്തെ പോലെ ഒരു ആർട്ടാണ് എന്ന് സമ്മതിക്കാൻ മാന്ത്രികർ തയ്യാറാവണം എന്നാണ് 100% ഇപ്പോഴും എൻ്റെ വിശ്വാസം. മാജിക്ക് പഠിപ്പിച്ചു കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കൈമാറ്റം ചെയ്യപ്പെടാതെ ഈ കല നിലനിൽക്കില്ല. ഞാൻ എങ്ങനെ മാജിക്കുകാരനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ്, പഠിച്ചതുകൊണ്ടാണ് ഞാൻ മാജിക്കുകാരനായത്. പഠിക്കാവുന്ന ഒരു കലയാണെന്നുള്ളതും എന്ന് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ, അല്ലാതെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല മാജിക് എന്ന് പറയുന്നത്, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള അതീന്ദ്രിയ ജ്ഞാനവും ഇതിനകത്തില്ല, അതീന്ദ്രിയമായിട്ട് യാതൊന്നുമില്ല, അമാനുഷികമായിട്ടൊന്നുമില്ല. മാജിക് എന്ന് പറയുന്നത് പ്യുവർ സയൻസാണ്. ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി, മാത്തമാറ്റിക്സ് 4 ശാസ്ത്രശാഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ആർട്ട്, അത്രയേ ഉള്ളൂ. കൈയടക്കം, നിരന്തരമായ പരിശീലനം, അതിലൂടെ നേടുന്ന ഒരു മികവ്, അത് മാത്രമേ ഉള്ളൂ മാജിക്കിനകത്തുള്ളത്. അല്ലാതെ വേറൊന്നും ഇല്ല. അതെവിടെയാണെങ്കിലും മരണം വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. അങ്ങനെ തന്നെ ഏറ്റു പറയുന്ന ഒരാളാണ് ആദി, മെൻ്റലിസ്റ്റ് ആദി. മെൻ്റലിസ്റ്റ് ആദി പെർഫോമൻസിന് മുമ്പും ശേഷവും ഒക്കെ പറയാറുണ്ട്, ഇതിനകത്തൊന്നുമില്ല, ഇത് ട്രിക്സ് ആണ്, ഞങ്ങളത് നന്നായിട്ട് അവതരിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഞെട്ടുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ പറയേണ്ടത് ഒരു ബാധ്യത കൂടെയല്ലേ ഒരു കലാകാരൻ? തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു സമൂഹമുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നൊരു സമൂഹമുണ്ട്. മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം തന്നെ ഇപ്പോൾ ഈ ഓൺലൈനിലൂടെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ നാഗമാണിക്യം, അതെ അല്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്താണ് എന്തൊരു സ്വർണ്ണ വെള്ളരിക്ക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിനകത്തൊക്കെ ഇവർ മാജിക്കിൻ്റെ കൊച്ചു കൊച്ചു സീക്രട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമൂഹത്തോട് നമ്മളിത് പറയുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത്
പറയേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആദ്യമൊക്കെ ചെയ്യുന്നത് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ആദ്യം മെൻ്റലിസം, അതിമനോഹരമായ മെൻ്റലിസം പെർഫോം ചെയ്യുന്നു. പക്ഷെ ഞാനും അതെ മാജിക് പെർഫോം ചെയ്തിരുന്ന ഒരാളാണ്. അതിന് മുമ്പ് നമുക്കിത് പറഞ്ഞുകൊണ്ട് ഒരു ദോഷവുമില്ല. പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഓക്കെ എന്നാൽ നിങ്ങളുടെ മാജിക് ഷോ എനിക്ക് കാണണ്ടെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. കൂടുതൽ അതിന് അക്സെപ്റ്റൻസ് വരിക ചെയ്യുന്നത്. അതേപോലെ തന്നെ അന്ധവിശ്വാസ പ്രചാരണങ്ങൾക്കെതിരായിട്ട് സാർ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് സായിബാബയുടെ ഭസ്മം എടുക്കലും വിഭൂതിയൊക്കെ വളരെ ഇതായിട്ട്, വിഭൂതി എന്ന് പറയുന്നത് ഒന്നുമില്ല, അതൊരു മാജിക് ആണെന്നുള്ള അർത്ഥത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അന്ന് അത്രയും ഒരുപാട് അഗ്രസീവായിട്ട് ആ കാര്യങ്ങളെ എതിർത്തിരുന്നു. ഇപ്പോൾ മാജിക്കിൽ ഇല്ലാത്തതുകൊണ്ട് ആണോ സാർ അത് അധികം ഒന്നും അഗ്രസീവായിട്ട് ഇത്തരം കാര്യങ്ങൾ എതിർക്കാറില്ല? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. നമ്മൾ വീണ്ടും ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിൽ പ്രസക്തി ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ പറയാത്തത്. പിന്നെ അതുമല്ല, ഇപ്പോൾ ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്ന മേഖല ഇതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ഇപ്പോൾ അപർണ മൽബറി ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സാർ അഭിനയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ബിഹേവ് ചെയ്യണ്ടേ സാർ? അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ആ ശ്രീപത് എന്ന് പറയുന്ന മോൻ്റെ കൂടെയായിരുന്നു എൻ്റെ സീനുകളെല്ലാം. ആ കുട്ടിയായിരുന്നു എൻ്റെ ഒരു പെറ്റ് എന്ന് പറയാമല്ലോ. അവൻ ഗംഭീരമാണല്ലോ. അവൻ്റെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസും ഒക്കെ വളരെ നല്ലതായിരുന്നു. ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന നിമിഷങ്ങൾ എന്നെ സംബന്ധിച്ചുള്ള സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. പിന്നെ അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഞാനായിട്ട് തന്നെ വന്നാൽ മതിയല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്തൊരു അഭിനയം ഇല്ലാത്ത മാജിക് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊരു സ്റ്റേജ് പെർഫോമിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മതി ധാരാളം മതി. അതിനപ്പുറത്തേക്ക് അഭിനയിച്ചിട്ടില്ല എന്നാണ്. അതെ. അപ്പൊ മുതുകാട് സാർ അഭിനയിച്ചിട്ടില്ലാത്ത സിനിമയാണ്, അഭിനയിക്കാത്ത സിനിമയാണ്. അപ്പോൾ മോണിക്ക ഒരു AI സ്റ്റോറി നിങ്ങൾ പോയിട്ട് കാണുക. മുതുകാട് സാർ ഉണ്ട് അതിനകത്ത്, അഭിനയിച്ചിട്ടില്ലാത്ത പടമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കുന്നത് കേട്ടോ. പടം നല്ല രസമുള്ള പടമാണെന്നാണ് സാർ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും AI നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ സാറേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലാവും. രണ്ടാമത് കുടുംബങ്ങളുടെ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട പോലെ കൊടുക്കണം എന്ന് പറയുന്നൊരു സിനിമയാണ്. സ്നേഹം കൊടുക്കാതിരുന്നാൽ കുട്ടികളിൽ പലപ്പോഴും പല രീതിയിലേക്ക് വഴിതെറ്റിപ്പോകുമെന്ന് പറയുന്ന സിനിമയാണ്. സ്നേഹം പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ വിഷയമാവുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നല്ല സിനിമയായിരിക്കും. സിനിമ എല്ലാവരും പോയി കാണുക. ഞാനും കാണും. പിന്നെ ഇതിനിടയിൽ തന്നെ സാറിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് പ്രത്യേകം നന്ദിയുണ്ട്. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടമായിട്ട് കരുതണ്ട. സാറിനെ കണ്ടപ്പോൾ ചോദിച്ചു തന്നേ ഉള്ളൂ. താങ്ക് യു. ഞാൻ നിങ്ങളോടും പറയുന്നത്, എല്ലാവരോടും പറയുന്നത്, അവിടെ വരിക. അതെ, വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെടുക. അതാണ് ഏറ്റവും പ്രധാനം. നന്ദിയുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്.